നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഇത് പഴുത്ത് ഉണങ്ങി ചാടിപ്പോയ പ്ലാവില. ഇത് കണ്ടോ? ഇതിപ്പോൾ തളിർത്ത് നിൽക്കണ നല്ലൊരു പ്ലാവില. ഇതിപ്പോൾ ഉണ്ടായി വന്നേക്കണ ഒരു പ്ലാവില, നല്ല പ്ലാവില. ഇത് കുരുമ്പെടുത്തിട്ടേക്കണ വേറെ പ്ലാവില. കണ്ടോ? ഇതെല്ലാം കണ്ടോ? 4 പ്ലാവില ഉണ്ടുണ്ട്. എൻ്റെ അമ്മ എൻ്റെ എപ്പോഴും പറഞ്ഞു, ഞാൻ ജനിച്ചപ്പോൾ അന്നേരം മുതൽ കേട്ട് തുടങ്ങണതാണ് ഇത്. ഒരു പ്ലാവില കമത്തി വെക്കാവുന്ന എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. ഞാൻ ഏത് പ്ലാവില കമത്തി വെക്കണം? എല്ലാ പ്ലാവിലും ഞാൻ ഇങ്ങനെ കമത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ മലത്തി വെക്കുകയാണ്. ഇത് മലത്തി വെച്ച് തന്നേക്കാം. എപ്പോഴും പറയും, അവനെ കൊണ്ട് ഒരു പ്ലാവില കമത്തി വയ്ക്കാൻ ആരെ കൊണ്ടും പറ്റൂല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്ലാവില കമത്തിയും നേരെയും എല്ലാ രീതികളും ഞാനിങ്ങനെ വെച്ച് തന്നേക്കുവാണ്. നിങ്ങളിത് കണ്ടോളുക. ഏതൊക്കെ പ്ലാവില എങ്ങനെയൊക്കെ മലത്തി വയ്ക്കണം. ഇത് മലത്തി വെച്ചിട്ടുണ്ട് ഏതൊക്കെ രീതിക്ക്. ഇനി വീണ്ടും കമത്തണോ? വീണ്ടും ഞാൻ കമത്തും. ഇതിങ്ങനെ കമത്തി വീണ്ടും വയ്ക്കും, പിന്നെ വീണ്ടും മലത്തി വയ്ക്കും. ഞാൻ ജനിച്ച കാലം പോലും കേൾക്കണേ, ഇവനെ കൊണ്ട് പ്ലാവില കമത്തി വയ്ക്കാൻ പറ്റില്ല. പ്ലാവില ഞാൻ ഏത് ടൈപ്പ് പ്ലാവില ഞാനിവിടെ കമത്തി വെച്ചിട്ടുണ്ട്. ഇനി എന്നെ കൊണ്ട് എന്നാ വേണം? നിങ്ങളൊന്ന് പറഞ്ഞു തന്നിട്ട്. ഇതൊക്കെ ഇങ്ങനെ അല്ലാണ്ട് പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കണം? ഇതൊക്കെ